ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അനന്ത സുബ്രഹ്മണ്യത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് കൂടി മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അനന്ത സുബ്രഹ്മണ്യത്തെ ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘം ബംഗളൂരുവിൽ നിന്ന് വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SITയുടെ ചോദ്യമുനയിലാണ് അനന്ത സുബ്രഹ്മണ്യം ഉള്ളത്. ഏതായാലും അനന്ത സുബ്രഹ്മണ്യത്തിന് ഇതിൽ കൃത്യമായ റോളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ കാര്യങ്ങൾ നോക്കുന്ന അയാളുടെ കോ സ്പോൺസർ കൂടിയാണ് അനന്ത സുബ്രഹ്മണ്യം. 2019 ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളിലെ തനിത്തങ്കത്തിൽ പൊതിഞ്ഞ ആ കവചങ്ങൾ എടുത്തു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ വന്ന വ്യക്തിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പകരം ഏറ്റുവാങ്ങാൻ വന്ന വ്യക്തിയാണ് അനന്ത സുബ്രഹ്മണ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പകരക്കാരനായി എത്തിയ ആൾക്ക് ഒരു മടിയും കൂടാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ പക്കൽ അത് കൊടുത്തുവിടുകയും ചെയ്തു. അതുമായി അനന്ത സുബ്രഹ്മണ്യം നേരെ പോയത് ബംഗളൂരുവിലേക്കാണ്. അവിടെ അത് അയാൾ 1-2 ദിവസം സൂക്ഷിച്ചു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അനന്ത സുബ്രഹ്മണ്യം ഇത് ഹൈദരാബാദിൽ നാഗേഷിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നാഗേഷ് അവിടെ ഏതാണ്ട് 39 ദിവസം കയ്യിൽ വെച്ചു. അതിനുശേഷമാണ് നാഗേഷ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആ ചെമ്പുപാളികൾ സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ് ഹൈദരാബാദിലും ബംഗളൂരുവുമായി സംഭവിച്ചത്? അതിൽ സ്വർണം വേർതിരിച്ചെടുത്ത് സ്വർണം മാറ്റിയോ അതല്ല അതിൻ്റെ ഒറിജിനൽ പകർപ്പിൻ്റെ കോപ്പിയാണോ എടുത്തത്, ഒറിജിനൽ പകർപ്പ് എങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉത്തരം നൽകാൻ കെൽപ്പുള്ള ഒരാളാണ് അനന്ത സുബ്രഹ്മണ്യം. അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു കേന്ദ്രീകരിച്ച് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള എല്ലാ ഇടപാടുകളും അറിയാൻ കഴിയും എന്നുള്ള വ്യക്തി കൂടിയാണ്. അത്രയ്ക്ക് അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അയാളെ SIT ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപക്ഷെ അയാളെ കസ്റ്റഡിയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറം അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. അതല്ല തന്നെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശങ്ങൾ നൽകിയതൊക്കെ ചെയ്യിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാപ്പുസാക്ഷിയാവുകയും ചെയ്യും.